എൻ്റെ ലൈഫിലേ ചിലപ്പം പടച്ചോൻ ചില സമയത്തൊക്കെ നേരിട്ടായിട്ട് വരും. ഞാൻ പയിച്ച് മൂഞ്ചി കുത്തിരിക്കുന്ന ഒരു സമയം എയർപോർട്ടിൽ എയർ ഇന്ത്യയിൽ പോയതാണ്. 3, 3:30, 4 മണിക്കൂർ വെയിറ്റിംഗ്. അന്നപ്പോഴാണ് നാടൊരു ഫംഗ്ഷൻ നടക്കുന്നത്. ഇത് കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ വെതർ ഇപ്പം തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ച് കുത്തിരിക്കുമ്പോഴാണ് ഇവരെല്ലാം കൂടി അതിൻ്റെ മുകളിൽ കള്ളം ഒഴിക്കുന്നത്. കള്ളം ഒഴിച്ചാൽ അതായിട്ട് പോയി കിട്ടി. ഒരു വ്ളോഗർ എന്നുള്ള നിലയിൽ കൈമ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടേരോ, ഓലിക്ക് നല്ല പോസിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടോ. 4 സുന്ദരികൾ കുഴച്ച് തിന്നണം എന്നൊക്കെയുള്ള പൂതി ഉണ്ടായിരുന്നു. പിന്നെ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ മലയാളികളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ പ്ലേറ്റ് ഓടിക്കുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് പിന്നെ ആ ആഗ്രഹം നമ്മൾ പുറത്ത് വെച്ച് പിന്നെ പള്ളിയിൽ കയറലും ഉണ്ടാവില്ല. പള്ളിയിൽ നിന്നും പുറത്താക്കും. എന്തിനാന്ന് വെറുതെ പറയിപ്പിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നടന്ന ചരിത്രം കേട്ടോ. കാരണം പയിച്ചിട്ടാണല്ലോ നമ്മളങ്ങോട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രീ ഫുഡ് കാര്യങ്ങൾ ഇവരെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തു തന്നാൽ പിന്നെ ഫുഡ് കൊണ്ടുള്ള കളികളാണ്. എന്തൊക്കെ വന്നതെന്ന് എനിക്കറിയില്ല. ആദ്യം തോരൻ വന്ന്, ഉപ്പേരി വന്ന്, പപ്പടം വന്ന്, അച്ചാർ വന്നെന്ന് പറഞ്ഞ മാതിരി ഇതിങ്ങനെ വരിക. ചുരുങ്ങിയതൊരു 5,000-6,000 ഉറുപ്പ്യൻ്റെ ഫുഡ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. എനിക്ക് തന്നെ ഓർമ്മയില്ല. അതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ. അതും ഞാൻ ആദ്യം പറഞ്ഞത് ഫുള്ള് ചിക്കൻ്റെ സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത എന്തൊക്കെ അവിടെ ഉണ്ടോ അതൊക്കെ ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്ത്. എനിക്കാകുമ്പോൾ ഫുള്ള് സപ്പോർട്ട് കിട്ടും അവിടെ ഉള്ളവർ. കാരണം വ്ളോഗറെ ക്യാമറ അല്ലല്ലോ നമ്മളെടുത്ത്. ഗോപ്രോ ഉണ്ട്. ഗോപ്രോ കാണുമ്പോൾ തന്നെ എല്ലാവരും പോസിങ്ങും കാര്യങ്ങളും ചെയ്തോന്നൊക്കെ ഉള്ള നല്ല സപ്പോർട്ട്. ഇപ്പോൾ പോരാത്തതിന് കേരളത്തിൽ നിന്നാണെന്നും കൂടി പറഞ്ഞാലും പറയണ്ട. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാലും പിന്നെ കേരളത്തിലുള്ളവരായി. കേരളത്തിലുള്ളൊരു കായുണ്ട്, എയർപോർട്ടിലെ സ്റ്റാഫാണ്. മൂപ്പരിൻ്റെ അടുത്ത് വരികയും മൂപ്പരാണ് കേട്ടോ ആൾ. മൂപ്പരിൻ്റെ അടുത്ത് വരികയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നെ മൂപ്പര് ഞാനും കൂടി കൈപ്പൽ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ ഒട്ടനെ ലോട്ടറി അടിച്ച മാതിരി ഗിഫ്റ്റും കിട്ടിയിട്ടോ.